നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, കറൻറ്റ് സിറ്റുവേഷൻസ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇത് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ആരെക്കുറിച്ചാണോ ഈ ഒരു റീഡിങ്സ് അറിയേണ്ടത് അവരുടെ ഫേസ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവരുടെ പേര് ഉരുവിട്ടുകൊണ്ട് 2-3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഈ റീഡിങ്സ് കേൾക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ഒരു മാനിഫെസ്റ്റേഷനാണ്. നിങ്ങൾക്ക് വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങളിത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ റെസനേറ്റ് ആകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത് വന്നു ചേരുകയും നെഗറ്റീവ് എനർജികളെ, നിങ്ങളുടെ ചിന്തകളിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിലുള്ള നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെ എല്ലാം ഹീലാക്കി നിങ്ങൾക്ക് പോസിറ്റീവായൊരു എനർജി ലഭിക്കുകയും ചെയ്യുമെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. നിങ്ങൾക്കിത് പോസിറ്റീവായിട്ടല്ല തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. ഒരിക്കലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യത്തെയും അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൽ 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ഒരു എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. എനിക്കിത് കാണാൻ പറ്റുന്ന വളരെ ശക്തമായൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇതിൽ കിട്ടുന്നത് കേട്ടോ. വളരെയധികം ആഴത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല കേട്ടോ. നിങ്ങളെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെയും ഒരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2 സിറ്റുവേഷൻസിൽ ഒരേപോലെ സപ്പോർട്ടിങ് കൊടുക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. വളരെയധികം കണ്ണിങ്ങോടുകൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ശരിക്കും നിങ്ങളെ നല്ല ശക്തമായി ചീറ്റിംഗ് ചെയ്യുന്ന ഒരു എനർജിയാണ് പ്രസൻറ്റിൽ കാണുന്നത്. ചില വ്യക്തികൾക്ക് മാത്രമേ ഇതിനകത്തൊരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ചിലർക്ക് അവരുടെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവർ ചെറിയ ചെറിയ രീതിയിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ശക്തമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് വളരെ ശക്തമായ രീതിയിൽ ചീറ്റിംഗ് എനർജി നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കിട്ടുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കിയെടുക്കാൻ, അവരുടെ ആ ഒരു മനസ്സ് വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം അത്ര നേക്കിന് മറ്റുള്ളവരോട് ഇടപെടാൻ അറിയാം. നിങ്ങളോട് അവരത്രത്തോളം നല്ല രീതിയിലായിരിക്കും ഈ ഒരു പേഴ്സൺ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലും അതുപോലെ തന്നെ നിൽക്കുന്നു. നല്ല സപ്പോർട്ടോട് കൂടിയാണ് കേട്ടോ തേർഡ് സിറ്റുവേഷൻസിൽ നിൽക്കുന്നത്. നിങ്ങളെക്കാൾ കൂടുതൽ വാല്യൂ നൽകുന്നത് തേർഡ് സിറ്റുവേഷൻസിനാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവർക്ക് പ്രാധാന്യം തേർഡ് സിറ്റുവേഷൻസിലാണ്. അവർ സക്സസ്, ഒരു പൂർണ്ണത ആഗ്രഹിക്കുന്നതും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ തന്നെയാണ്. പക്ഷേ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റാത്ത വിധം നിങ്ങൾക്കിടയിൽ ഒരു ബോണ്ടായി, അതായത് ആഴത്തിലുള്ള ഒരു എനർജി കണക്ട് ചെയ്ത് നിൽപ്പുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ ആവാം, ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമാവാം, അതല്ലെങ്കിൽ ഫിസിക്കലി നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം മുൻകാലങ്ങളിൽ. അതുകൊണ്ടുമാവാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്ന് പറയാൻ പറ്റില്ല എന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ ഒരു തേർഡ് സിറ്റുവേഷൻസിനകത്ത് കടന്നു വന്നിരിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റിലേഷനാണ് കേട്ടോ. കാരണം ഒരിക്കൽ പോലും അവർ പ്രതീക്ഷിക്കാതെ ഇവരിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതാണ്, പെട്ടെന്ന് വന്നിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങളുടെ ഇടയിൽ കാണപ്പെടുന്നത് കേട്ടോ. ആ ഒരു എനർജിക്ക് നല്ലൊരു വാല്യൂ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ കുറച്ച് വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ കിട്ടി തുടങ്ങി. ഞാൻ ചീറ്റിംഗ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ചെറിയ എനർജി കിട്ടുന്നുമുണ്ട്. അതിൽ നിങ്ങൾ വളരെയധികം ഡെസ്പായിട്ടാണ് നിൽക്കുന്നത്. ഒരു സന്തോഷക്കുറവുണ്ട് നിങ്ങൾ, പക്ഷേ നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഈ പേഴ്സണെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തൊരു എനർജിയിലാണ് നിങ്ങളും നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്.
അവർക്ക് അങ്ങനെ ഒരു എനർജി കൂടുതലുള്ള വ്യക്തികളാണ്. ആരോടും എപ്പം വേണമെങ്കിലും പെട്ടെന്ന് അടുക്കാൻ പാകത്തിനുള്ള അവരുടെ ഒരു ക്യാരക്ടർ ആവാം, അവരുടെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ, അവരുടെ ഫിസിക്കലി ഉള്ള ഒരു അപ്പിയറൻസ് അങ്ങനെ ആയിരിക്കാം. എന്താണെങ്കിലും ഇവർ പെട്ടെന്ന് മറ്റുള്ളവരോട് അട്രാക്റ്റഡ് ആവുക, അല്ലെങ്കിൽ ഇമോഷൻസിലേക്ക് മറ്റുള്ളവരെ പെട്ടെന്ന് കണക്ട് ചെയ്ത് എടുക്കാൻ കഴിവുണ്ട് നിങ്ങളുടെ പേഴ്സണ്. കൂടാതെ തന്നെ അവർക്ക് ഇമോഷണൽ കൂടുതൽ എനർജി ഉള്ള, അതായത് ഈ സ്നേഹം, പ്രണയം, അങ്ങനെയൊക്കെയുള്ള ഫിസിക്കൽ അട്രാക്ഷൻ, ഇതിനോടൊക്കെ കൂടുതൽ താല്പര്യമുള്ളൊരു എനർജിയിൽ നിൽക്കുന്ന പേഴ്സൻ്റെ ഒരു എനർജിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. എന്താണെങ്കിലും ഇതിന് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആഴത്തിലുള്ള പ്രാധാന്യം കൊടുക്കുന്നത് തേർഡ് സിറ്റുവേഷൻസിനാണ്. അങ്ങോട്ടേക്കാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇപ്പം അവരുടെ സമയമാണേലും അവരുടേതായ സാന്നിധ്യം എല്ലാം സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പം പെട്ടെന്ന് സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്ന ആ ഒരു തേർഡ് സിറ്റുവേഷൻസിലാണ്. അവിടെ നിന്ന് അവരെന്തൊക്കെയോ സക്സസ്, പൂർണ്ണതയൊക്കെ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പെട്ടെന്ന് ആ ഒരു ബന്ധം കടന്നു വന്നിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ചെറിയ ട്രാജഡി ആയിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ അതോ അത് അനുഭവിച്ചാണോ മുന്നോട്ട് പോകുന്നതെന്നുള്ള ഒരു എനർജി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചേഞ്ചിങ് വന്നു പോയി എന്നാണ് കാണുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടും വിഷമിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ തകർന്ന് നിൽക്കുന്നു, നിങ്ങൾക്ക് മറ്റൊരു ഷെയറിങ് പറ്റുന്നില്ല. മാത്രമല്ല ഈ ഒരു പേഴ്സണുമായിട്ട് എത്ര ശ്രമിച്ചിട്ടും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രസൻറ്റ് സിറ്റുവേഷൻസാണ് നമുക്കിതിനകത്ത് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അവർ വർക്കിംഗ് ചെയ്യുന്ന സ്ഥലത്തുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, അവർ ഒരുമിച്ച് ജോബ് ചെയ്യുന്ന ഒരു ഇതിലുള്ള വ്യക്തിയായിരിക്കാം. അതല്ലെങ്കിൽ അവർക്കുടെ ലൈഫിലേക്ക് അവരുടെ പേരൻസും മറ്റുമായിട്ടൊക്കെ വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആവാം. ഒരു വിവാഹം പോലുള്ള എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ ആവാം ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ല എങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അവരോടൊപ്പം കരിയർപരമായ ഒരു ഫീൽഡിലുള്ള വ്യക്തിയുമാവാം ഈ ഒരു റിലേഷൻഷിപ്പിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അവർ ഇമോഷണലി വളരെയധികം ആഴത്തിലാണ് കേട്ടോ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് നിൽക്കുന്നത്. അവർക്കൊരു അവരൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് നിരാശയാണ് ഇതിനകത്ത് കൂടുതൽ കാണുന്നത്. ഒരു പൂർണ്ണതയില്ല നിങ്ങൾക്ക്. ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്കൊരു പകപ്പ്, എന്ത് ചെയ്യണം, എന്തായിരിക്കും എൻ്റെ ലൈഫിൽ ഫ്യൂച്ചർ എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. വളരെയധികം ഇമോഷണലി നിങ്ങൾ ബാലൻസ് നഷ്ടപ്പെട്ട പോലെ, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ചെയ്യുന്ന എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം, ഹാപ്പിനെസ്, ഇതെല്ലാം നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവരുടെ തിരിച്ചു വരും, അവർ പൂർണ്ണമായും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റും പല സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും അതിലൊന്നും നിങ്ങൾക്ക് ഇൻവോൾവ് ആവാനോ ഒരു ഹാപ്പിനെസ് കണ്ടെത്താനോ സന്തോഷിക്കാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ വളരെയധികം ഒരു പെട്ടുപോയി, അതായത് വേദന അനുഭവിക്കുന്ന, അതല്ലെങ്കിൽ ഒരു സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എനിക്കിതിൽ പറയാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ആൻസൈറ്റി ആയിട്ടുള്ളൊരു എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷ വെക്കുന്നു എന്നാണ് കാണുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു സിറ്റുവേഷൻസ് മാറും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. 9 ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. ശരിക്കും നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജിയാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ പൂർണ്ണമായും ചതിക്കപ്പെട്ട ഒരു എനർജിയിലാണ് കേട്ടോ നിൽക്കുന്നത്. നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിച്ച ആ വ്യക്തിയിൽ നിങ്ങൾ എന്ത് റിലേഷൻ ആണെങ്കിലും ആ ഒരു റിലേഷൻ നിങ്ങൾ വിശ്വസിച്ച ആ ഒരു ബ്ലെസ്സിങ്സ് ഓപ്പണിങ് നഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്, ക്ലോസ് ചെയ്താണ് നിൽക്കുന്നത് കേട്ടോ. ശരിക്കും നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു പേഴ്സണിൽ നിന്നും. അത് നിങ്ങളുടെ സോളിന്, നിങ്ങളുടെ മനസ്സിന് വ്യക്തമായും ആ ഒരു ധാരണ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലി പെയിൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫൈറ്റിങ്ങിന്, അതല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ചെറിയ പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്.
പക്ഷെ അതിനെ നിങ്ങൾക്ക് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു സിറ്റുവേഷൻസ് മാറും. ഈ ഒരു പിന്മാങ്ങി നിൽക്കുന്ന, നിങ്ങളിലേക്ക് യാതൊരു മൈൻഡും നൽകാതെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പതുക്കെ അവോയ്ഡിങ് ചെയ്യുന്ന ഒരു എനർജി, നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്സിൽ വന്നിരിക്കുന്ന ആ ഒരു ചലഞ്ചിങ് മാറിക്കിട്ടും, ആ ഒരു വെല്ലുവിളിനെ അതിജീവിക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും സ്റ്റക്കാണ് കേട്ടോ. ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇത് വേണ്ട എന്ന് വെക്കാനും പറ്റുന്നില്ല, എന്നാൽ ഇതിനെ ചേർത്ത് പിടിക്കാനും പറ്റുന്നില്ല എന്നൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻ ബ്ലോക്കായിട്ട് നിൽക്കുന്നു. അത്രത്തോളം പ്രതിജ്ഞാബദ്ധമായ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എനർജിയിലാണ് നിങ്ങൾക്ക് നിൽക്കുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിൻ്റെ ആഴം, ആ വ്യക്തികളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, നിങ്ങളോട് കാണിച്ച ആഴത്തിലുള്ള ഒരു ഇമോഷൻസൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കുമ്പം നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല ഈ ഒരു വ്യക്തിയാണോ ഇപ്പോഴീ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എനർജിയിലൂടെ പോകുന്നതെന്നുള്ളതാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ള എനർജിയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു. എന്താണ് ചെയ്യേണ്ടത്? സ്റ്റക്കായിട്ട് പോയി നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു പേഴ്സണെ ശരിക്കും ഒന്ന് മാനേജിങ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ എല്ലാ രീതിയിലും ശ്രമിച്ച ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ അവരോട് ശരിക്കും ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ വിഷമത്തോടെ നിങ്ങളുടെ ദുഃഖത്തെ അവരോട് ഷെയറിങ് ചെയ്തു നോക്കിയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊന്ന് എനർജി എടുത്ത് അവരെ ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസിലും നിങ്ങൾ ആ ഒരു പേഴ്സണോട് പെരുമാറിയിട്ടുണ്ടാകാം. പക്ഷേ അവിടെയെല്ലാം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ, അതായത് ഒരു പൂർണ്ണമായും ഒരു റിസൾട്ട് ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻസിൽ കിട്ടുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട്. ഈ ഒരു സമയം മാറി കിട്ടുമെന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ശരിക്കും സ്റ്റക്കാണ് കേട്ടോ. നിങ്ങളെ ഇതിനകത്ത് കണക്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. നിങ്ങളെ പൂർണ്ണമായിട്ടും ഒരു ബന്ധനത്തിലാക്കിയ പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഇരയാക്കപ്പെട്ടു എന്ന് പറയാം. നിങ്ങളുടെ പവർ ലോസ്, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ കഴിവുകളെല്ലാം ക്ഷയിപ്പിച്ച് കളഞ്ഞൊരു എനർജിയാണ്. കാരണം നിങ്ങൾ ഈ ഒരു അവസ്ഥയ്ക്ക് വരാൻ കാരണം ആ ഒരു പേഴ്സണെ നിങ്ങൾ ആഴത്തിൽ സ്നേഹിച്ചു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾ ആഴത്തിൽ അക്സെപ്റ്റ് ചെയ്തു പോയി എന്നതാണ് ഈ ഒരു നെഗറ്റീവ് എനർജി. ഈ ഒരു ബന്ധനം പോലുള്ളൊരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിൽക്കാനുള്ള കാരണം. സ്റ്റക്കായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് കേട്ടോ ഈ ഒരു ബന്ധത്തിൽ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മൂവിങ് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ പോലും നിങ്ങൾക്കത് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. അത് വളരെയധികം ഒരു ഹാർഡ് വർക്കാണ്. നിങ്ങൾ ശരിക്കും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഈ ഒരു എനർജിയിൽ നിന്നും. അതായത് ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടേണ്ടി വരും എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു പേഴ്സണെ. നിങ്ങൾക്ക് പാസ്റ്റിൽ എങ്ങനെയായിരുന്നോ, നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന ലൈഫ് എങ്ങനെയായിരുന്നോ, എത്രത്തോളം ആഴത്തിലും സ്നേഹത്തിലുമാണോ നിങ്ങൾ കടന്നുപോയത്, അത്രത്തോളം ആഴവും സ്നേഹവും തിരിച്ച് വേണമെന്ന് നിങ്ങൾ അത്രത്തോളം അഗാധമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി. നിരാശയാണ് നിങ്ങൾക്ക്. നിങ്ങൾ ആരുമായിട്ട് കണക്റ്റ് ചെയ്യാതെ ഉൾവലിഞ്ഞ് നിൽക്കുന്നു, ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേട്ടോ നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും മാറിപ്പോവാതിരിക്കട്ടെ. കാരണം നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പെയിനും അവർ തേർഡ് സിറ്റുവേഷൻസിൽ കൊടുക്കുന്ന പ്രാധാന്യവും തമ്മിൽ വളരെയധികം അന്തരമാണ് കേട്ടോ. നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ ആ ഒരു അവസ്ഥ അവർ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാതെ അവർ തേർഡ് സിറ്റുവേഷൻസിൽ പൂർണ്ണമായും കണക്റ്റ് ചെയ്ത് നിൽക്കുന്നു. പക്ഷേ നിങ്ങളെ അവർ ഒഴിവാക്കിയിട്ടില്ല. നിങ്ങളുമായിട്ട് അവർ കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു അഭിനയം, അല്ലെങ്കിൽ ആ ഒരു ചെറിയ സാന്നിധ്യം നിങ്ങൾക്ക് അവർ തന്ന് നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്ന പ്രസൻറ്റ് സിറ്റുവേഷൻസിൽ. നിങ്ങളുടെ ഒരു പ്രതീക്ഷ, നിങ്ങൾ എത്രത്തോളം പവർഫുള്ളായിട്ട്, എത്രത്തോളം പ്രഷ്യസ് ആയിട്ടാണോ ഒരു പേഴ്സണെ നിങ്ങൾ കണ്ടത്, അത്രത്തോളം ആഴത്തിലാണ് ആ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഈ ഒരു അവസ്ഥ, നിങ്ങളിപ്പോൾ അനുഭവിച്ചു പോകുന്ന ഈ ഒരു അവസ്ഥ, നിങ്ങളുടെ ശരിക്കും ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു എനർജിയിലാണ് കേട്ടോ. ശരിക്കും ഒരു ഡിപ്രഷൻ മൈൻഡിൽ,
ഹെൽത്ത് ഇഷ്യൂയിലേക്ക് വരെ പോയിരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാനസികമാകുന്ന പെയിൻ അനുഭവിച്ച് ഈ ഒരു ബന്ധനത്തിൽ പെട്ടുപോയതിൻ്റെ ഫലമായിട്ടാവാം നിങ്ങൾ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ, അതായത് പെയിൻഫുള്ളായ ഒരു എനർജിയിൽ പെട്ട് നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ കഴിവുകളെയൊക്കെ നിങ്ങൾ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അതൊക്കെ തിരിച്ചെടുത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുക എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത്രത്തോളം നിങ്ങൾ വീണുപോയി, നിങ്ങളെ വീഴ്ത്തിക്കളഞ്ഞു. പിന്നിൽ നിന്നും ഒരു ചതി കിട്ടിയ പോലെ, കുത്തേറ്റതുപോലെയാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ആ ഒരു പേഴ്സൺ ഇപ്പം മൾട്ടിപ്പിൾ പ്രയോറിറ്റിയാണ്. അയാൾക്ക് 2 കാര്യത്തിലും ഒരുപോലെ പ്രയോറിറ്റി വെച്ചും അയാളൊരു ബൗണ്ടറി ഇട്ടും. ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് മുന്നിലൊരു ബൗണ്ടറി ഇട്ട് നിങ്ങളെ കീപ്പിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ നോക്കിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. തിരിച്ചു വരും എന്നതിന് 100% ഉറപ്പാണ്. പക്ഷേ അവർക്ക് അതിൻ്റേതായ രീതിയിൽ ഒരു എനർജി, ഒരു നിരാശയാകുന്ന അല്ലെങ്കിൽ ഒരു ദുഃഖം നിറഞ്ഞ ഒരു എനർജി അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. പക്ഷേ വെയിറ്റിംഗ് ചെയ്യേണ്ട എനർജിയാണ് കേട്ടോ കാണുന്നത്. പെട്ടെന്നൊരു മാറ്റത്തെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവർ തിരിച്ചു വരുമെന്നത് 100% ഉറപ്പാണ്. ഇപ്പോൾ അവർക്ക് മൾട്ടിപ്പിൾ പ്രയോറിറ്റിയാണ്. ഏത് വേണം ഏത് വേണ്ട എന്നുള്ള എനർജിയാണ്. അത് അവർക്കൊരു ലെസൺ, അവർക്ക് അവിടെ നിന്നും തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു പോരുമെന്നത് 100% ഉറപ്പാണ് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരുമിച്ച് കൂടിച്ചേരാൻ, ഒരു അർത്ഥമുള്ള, ഒരു അർത്ഥവത്തായ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി നിങ്ങൾക്കും ആ ഒരു പേഴ്സണും കടന്നു പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. പക്ഷേ എന്നാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ചെറിയൊരു രീതിയിലെ നെഗറ്റീവായ ബ്ലോക്കേജ് ഉണ്ടാകും എന്നതും നമുക്ക് ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഈ പെയിൻഫുള്ളായ സാഹചര്യമാവാം ആ ഒരു ചെറിയ ഒരു വിശ്വാസക്കേട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ പൂർണ്ണതയോടുകൂടി വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഫ്യൂച്ചറിലും നിൽക്കും. പക്ഷേ നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി വളരെ ശക്തമായി കണക്റ്റഡ് ആകും, നിങ്ങളുടെ പിന്നാലെ വരും കേട്ടോ. ആ ഒരു പേഴ്സൺ ഇന്ന് നിങ്ങൾ ആ ഒരു വ്യക്തിയെ എങ്ങനെയാണോ കണക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണോ അവർക്ക് മുന്നിലേക്ക് നിങ്ങൾ ചെന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻസിൽ, ആ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തി വന്ന് നിൽക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ പല രീതിയിൽ പാസ്റ്റിലെ പ്രശ്നങ്ങളെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. അവരവരുടെ പല കാര്യങ്ങളെ ഒളിച്ചു വെച്ചിട്ടാണെങ്കിലും അതല്ലെങ്കിൽ കറക്റ്റ് ചെയ്തിട്ടാണേലും നിങ്ങളോട് പറയും, തുറന്ന് സംസാരിക്കും, നിങ്ങളുടെ അരികിൽ വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മൾട്ടിപ്പിൾ പ്രയോറിറ്റി എന്ന ഒരു എനർജി, അതായത് ഇതിലേത് വേണം വേണ്ട എന്നുള്ള ഒരു എനർജി ഫ്യൂച്ചറിലേക്ക് ഡെത്തായി തീരുമെന്നാണ്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായും എൻഡായി പോയിരിക്കുമെന്നത് 100% നമുക്കിവിടെ ഉറപ്പായി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഒരു പുതിയ തുടക്കം, അബണ്ടൻസ്, സമൃദ്ധി, സന്തോഷം, നിങ്ങൾക്കൊരു പ്രതിജ്ഞാബദ്ധമായ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുവാനുള്ള ഒരു സാഹചര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുക്കി തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണമായും അംഗീകരിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചില കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ ഹീലാക്കി, അതായത് മറന്നു കളയുകയും ചെയ്യേണ്ടി വരും. ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ എത്തിക്കണമെങ്കിലെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ് നേടുക, അവരുടെ അനുഭവങ്ങൾ, അവരുടെ സിറ്റുവേഷൻസിലൂടെ അവർക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഒരു സ്കോപ്പുണ്ട് ഫ്യൂച്ചറിലേക്ക് കേട്ടോ. കാരണം ആ ഒരു വ്യക്തി നല്ല രീതിയിൽ ഒരു ലെസൺ പഠിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ജഡ്ജ്മെൻറ്റ്, ആ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കുമെന്നാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തി ഇപ്പം നിങ്ങൾ ഈ അനുഭവിക്കുന്ന പെയിൻഫുള്ളായ സാഹചര്യം, മാനസിക വിഷമം, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും ചേഞ്ച് ആകും. അതുപോലെ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു അവസരം ലഭിക്കും. ആ അവസരം നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻസ് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യുക എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോടൊത്ത് കണ്ടിന്യൂ ചെയ്യണോ അതോ അതിൽ നിന്നും ലെറ്റ് ഗോ ചെയ്യണമോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നതും തേർഡ് സിറ്റുവേഷൻ സെൻഡിങ് ആവുമെന്നതും 100% ഉറപ്പാണ്. അത് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.